أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقصد في مشيك واغضض من صوتك إن أنكر الأصوات لصوت الحمير. സൂറത്തുൽ ലുഖ്മാനിൻ്റെ 19-ാം സൂക്തമാണ് നിങ്ങളെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് നൽകുന്ന ഉപദേശമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലുഖ്മാൻ റളിയല്ലാഹു അൻഹു വലിയ തന്ത്രശാലിയായിരുന്നു, തത്വജ്ഞാനിയായിരുന്നു. ആള് നീഗ്രോ വർഗക്കാരനായിരുന്നു, കറുത്തിലുണ്ട ഒരു മനുഷ്യനായിരുന്നു, അള്ളാഹുവിൻ്റെ വലിയായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കൽ ലുഖ്മാനുൽ ഹക്കീം എന്നവർ അടിമയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ യജമാനൻ തന്നോട് പറയുകയുണ്ടായി, ഒരാടിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ആടിനെ അറുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും നല്ല 2 മാംസക്കഷ്ണം കൊണ്ടുവരണം. അപ്പം അദ്ദേഹം ആ ആടിനെ അറുത്തിട്ട് അതിൻ്റെ കൽബും അതിൻ്റെ നാവും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഒരു ദിവസം ഒരാടിനെ അറുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ആടിൽ നിന്ന് ഏറ്റവും മോശമായ 2 അവയവം കൊണ്ടുവരണം. അപ്പോഴും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഈ നാവും ഈ കൽബും തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ചോദിച്ചു, നല്ല അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും ആടിൻ്റെ ഹൃദയവും നാവും കൊണ്ടുവന്നു, മോശമായ അവയവം കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും നാവും ഹൃദയവും കൊണ്ടുവന്നു. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നന്നായാൽ ഇത്ര നല്ല ഒരു സാധനം വേറെയില്ല, പക്ഷേ വെടക്കായാൽ ഇത്ര മോശമായ ഒരു അവയവവും വേറെയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ 2 കാര്യത്തിനും ഞാൻ ഒരുപോലത്തെ 2 അവയവത്തെ കൊണ്ടുവരാനുള്ള കാരണം എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അടിമയായി ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ അനുഭവം ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ മുഫസ്സിറുകൾ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ നാവും, അതുപോലെ തന്നെ ഹൃദയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു, ആ മാംസപിണ്ഡം നന്നായാൽ ശരീരം മുഴുവനായി നന്നായി. ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ആ മാംസപിണ്ഡം മോശമായാൽ നിങ്ങളുടെ ശരീരം മൊത്തം മോശമായി. അലാ വഹിയൽ ഖൽബ്, അതാണ് നിങ്ങളുടെ ഹൃദയമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രാജ്യത്തെ ഭരണാധികാരിയെ പോലെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഹൃദയം. ആ ഹൃദയത്തിൽ നിന്ന് നല്ല സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ആ ഹൃദയത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്ന പ്രജകളാകുന്ന അവയവങ്ങളിൽ നിന്ന് നല്ലതു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേസമയം ആ ഹൃദയം മോശമായാൽ ആ ഹൃദയത്തിൻ്റെ പ്രജകളാകുന്ന അവയവങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ മോശമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ ഹൃദയം പോലെ ഒരു മനുഷ്യൻ സൂക്ഷിക്കേണ്ട മറ്റൊരു അവയവമാണ് അവൻ്റെ നാവ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ യദ്മനു ലി മാ ബൈന ലഹ്യൈഹി വമാ ബൈന രിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന,
നിങ്ങളിൽ ആരാണ് 2 അവയവത്തെ സൂക്ഷിക്കുമെന്ന് എനിക്ക് വാക്ക് തരുന്നത്? എങ്കിൽ ഞാൻ അവന് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒന്ന് നബി തങ്ങൾ എണ്ണിയത് പ്രിയപ്പെട്ടവരെ അവൻ്റെ നാവാണ്, മറ്റൊന്ന് എണ്ണിയത് അവൻ്റെ സ്വകാര്യമായ അവയവമാണ്. രണ്ടും എല്ലില്ലാത്ത 2 അവയവങ്ങളാണ്. പക്ഷേ ഈ 2 അവയവങ്ങൾ ലോകത്തുണ്ടാക്കുന്ന ഫിത്നയും ഫസാദും എത്ര വലുതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ 2 അവയവങ്ങളെ സംരക്ഷിക്കുമെന്നും സൂക്ഷിക്കുമെന്നും നിങ്ങൾ എനിക്ക് വാക്ക് തരുന്നുവെങ്കിൽ അദ്മനു ലഹുൽ ജന്ന, ഞാൻ അവനെ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതാണ് നാവ്, മനുഷ്യന്റെ ഹൃദയം, അതുപോലെ അവന്റെ സ്വകാര്യമായ അവയവം. ഇതാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തപ്പോൾ നല്ലത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോഴും നാവും ഹൃദയവും കൊണ്ടുപോകാനുള്ള കാരണം, ചീത്ത അവയവം കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴും ഈ 2 അവയവം കൊണ്ടുവരാനുള്ള കാരണം, ആ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വലിയ തത്വജ്ഞാനിയായപ്പോൾ തൻ്റെ മകനെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് 19-ാമത്തെ സൂക്തം പറയുന്നു, വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോന് കൊടുക്കുന്ന 100 കണക്കിന് ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് വഖ്സിദ് ഫീ മശീക. മോനെ, നീ നടക്കുമ്പോൾ ഒതുങ്ങി നടക്കണം കേട്ടോ. വഴിയിലൂടെ നടക്കുമ്പോൾ നീ ഒതുങ്ങി നടക്കണം. അത്രമല്ല വഗ്ളുദ് മിൻ സൗതിക, നീ ശബ്ദിക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദത്തിൽ വെച്ച് ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാകുന്നു എന്ന് മഹാനവറുകൾ മോനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിലെ 1-ാമത്തെ ഉപദേശം നടത്തത്തെക്കുറിച്ചാണ്. നടത്തം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ സംഭവമാണ്. പഴയ കാലത്ത് നമ്മൾ നല്ലപോലെ നടക്കുമായിരുന്നു. ഇന്ന് നമുക്കാർക്കും നടത്തമില്ല. ഒരു ചെറിയ ആവശ്യത്തിന് വേണ്ടി പോലും നമ്മൾ വണ്ടിയിലേ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രോഗികളായി പോയത്. നമുക്കൊരുപാട് സൗകര്യങ്ങളുണ്ട്. സത്യത്തിൽ രോഗങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ പറ്റാവുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് മനുഷ്യർ കൂടുതൽ രോഗത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. രോഗം പകർന്നുകൊണ്ടിരിക്കുന്നു, ആരോഗ്യം പകരുന്നില്ല, രോഗമാണ് പകരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നടത്തം നമ്മിൽ തീരെ ഇല്ലാതെയായി. ശാസ്ത്രം പറയുന്നുണ്ടല്ലോ, ആരോഗ്യശാസ്ത്രം, ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം നടക്കുന്ന മനുഷ്യന് ഹൃദ്രോഗമുണ്ടാവുകയില്ല. അതുപോലെ അവൻ്റെ ബ്ലഡ് സർക്കുലേഷൻ അത് കറക്റ്റാക്കും. അപ്പോൾ തന്നെ പല രോഗങ്ങളും ഇല്ലാതെയാവും. ഇന്ന് അത് നമ്മിൽ നിന്ന് കൈമോശം വന്നുപോയ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് രോഗികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാടുകളിലൊക്കെ ഇത് ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനും ആരോഗ്യപരമായി വളരാനുമുള്ള സാഹചര്യങ്ങൾ നിർബന്ധപൂർവം പ്രിയപ്പെട്ടവരെ ജമാഅത്തുകളുടെ അടിസ്ഥാനത്തിലും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വളർന്നു വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് ജനങ്ങളുടെ ശരീരം ഇളകാനുള്ള സാഹചര്യങ്ങളില്ലാതെയായി. അതുകൊണ്ട് സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ നിർബന്ധപൂർവം നമ്മുടെ കുട്ടികളും ഇന്ന് കളിക്കുന്നില്ലല്ലോ. പഴയ കാലത്ത് കുട്ടികൾ വൈകുന്നേര സമയമാകുമ്പോൾ നല്ലപോലെ കളിക്കും. ഇന്ന് കുട്ടികൾ വന്നാൽ മൊബൈൽ എടുത്തുകൊണ്ട് കളിക്കുന്നുണ്ട്. പക്ഷേ മൊബൈലിലുള്ള കളിയാണ്, ഗെയിമാണ് കളിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തിന് എന്താണ് ഉണ്ടാകുന്നത്? അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അനാവശ്യമായ കളികൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം അംഗീകരിക്കുന്നത് 2 കളിയാണ്. ഒന്നിരിക്കൽ അതിന് ആരോഗ്യപരമായ നേട്ടം വേണം, അല്ലെങ്കിൽ ബുദ്ധിപരമായ നേട്ടം വേണം.
ചെസ് കളി ഇസ്ലാം അനുവദിക്കുന്നു. എന്താ കാര്യം? അവിടെ ബ്രെയിൻ വർക്ക് നടക്കുന്നുണ്ട്. പന്ത് കളി ഇസ്ലാം അത് അംഗീകരിക്കുന്നു. എന്താണ് കാര്യം? അത് മനുഷ്യന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നു. ഇതുപോലെ ആരോഗ്യത്തെ പുഷ്ടിപ്പെടുത്താൻ കാരണമാകുന്ന എല്ലാ കളികളും അവറത്ത് മറച്ചുകൊണ്ടാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കളിക്കാം, ഒരു വിരോധവുമില്ല. നിങ്ങൾ നോക്കൂ, ഇതല്ലാത്ത കളികൾ, കാരം ബോർഡ് കളിക്കുക, കാരം ബോർഡ് എന്നല്ല പറയാ, എന്തായാലും പറയല് അല്ലേ? ആ കളി കൊണ്ട് എന്താണ് നേട്ടം? കുറേ കട്ടകൾ ഇങ്ങനെ മുടിച്ചിട്ട് ഒരു കുഴിയിലേക്ക് തട്ടിവിടുന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലുമുണ്ട്? അതിൽ ബുദ്ധിയുമില്ല, അതിൽ ആരോഗ്യവുമില്ല. അതുകൊണ്ട് സമയം കൊല്ലുന്ന ഇത്തരം കളികളെല്ലാം ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിഷിദ്ധമാണ്. ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ബുദ്ധിക്കോ വികാസമുള്ള ഒരു കളിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നടത്തമില്ലാതെയായി, അതുകൊണ്ട് മനുഷ്യർ രോഗിയായി തീർന്നു. പഴയ കാലത്തെ അപേക്ഷിച്ച് നമുക്ക് എല്ലാ അർത്ഥത്തിലും ശുചീകരണങ്ങൾ കൂടിക്കൂടി വരികയാണ്. പലതന്നെ നമ്മുടെ പള്ളിയിലെ ബാത്റൂം കണ്ടില്ലേ? ഒരു ദിവസം ഞാൻ ഒരാളുടെ കൂടെ ഇങ്ങനെ യാത്ര പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉസ്താദ് ഇപ്പോഴത്തെ പഴയ ബാത്റൂം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ആ നേരത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പം അദ്ദേഹം രസമായിട്ട് എന്നോടൊരു പദപ്രയോഗം നടത്തി. നമ്മുടെ പള്ളിയിലുള്ള ബാത്റൂം പോലെ ഈ പരിസരത്ത് എവിടെയും ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. ഇപ്പം നമ്മുടെ പള്ളിയിലുള്ള ബാത്റൂം പോലെ ഈ പരിസരത്ത് എവിടെയും ഒരു ബാത്റൂം ഇല്ല. അത്രയും ഉഷാറായി, അന്ന് അത്രയും മോശമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, സാഹചര്യങ്ങൾ ശുചീകരണ രംഗത്ത് നമുക്ക് വലിയ മാറ്റങ്ങളാണ്. പഴയ കാലത്തൊക്കെ കണ്ടില്ലേ? എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവർക്കറിയാം, സുബ്ഹാനല്ലാഹ്, വീടുകളിൽ 1, 2, 3 ഒക്കെ പശു ഉണ്ടാവും. ആ പശുവൊക്കെ ഇങ്ങനെ അതിൻ്റെ ചാണാനൊക്കെ മുറ്റത്തും വഴിയിലും, ആ ചാണകം കൊണ്ട് തന്നെ വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ വാരിത്തേക്കുന്ന ഒരവസ്ഥാവിശേഷം. കാരണം നമുക്ക് വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വളരെ ശാസ്ത്രീയമായി നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം, പ്രത്യേകിച്ച് യൂറോപ്യൻ ക്ലോസറ്റുകളൊക്കെ വന്നപ്പോൾ ഒരാൾ പോലും മൂത്രിച്ചാൽ അതിന് ഒരു അരബക്കറ്റ് വെള്ളം ചെലവഴിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് വളരെ വൃത്തിയാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, ശുചീകരണ രംഗത്ത് നമുക്ക് ഇത്രയൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ആരോഗ്യപരമായി നമ്മൾ ഓരോ ദിവസവും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര രോഗികളാണ് ഓരോ ദിവസവും. വലിയ വലിയ പടുകൂറ്റൻ സ്ഥാപനങ്ങളാണ്, ഹോസ്പിറ്റലുകളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ കൂടുതലായി അതിനെക്കുറിച്ച് പറയുകയല്ല. ഏതായാലും നടത്തം നമ്മൾ ശീലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിച്ച് ഉടനെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല, ഒരല്പമെങ്കിലും വർക്കൗട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. അതിന് ഏറ്റവും നല്ല സമയമാണ് പ്രഭാത സമയം. വയറ് കാലിയായ സമയത്ത് നടക്കുന്ന ആ നടത്തത്തിന് നല്ല എഫക്റ്റ് ഉണ്ട്. ഏതായിരുന്നാലും നടത്തത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പള്ളിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നടന്നാണ് ജമാഅത്തിന് പോകേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആ നടത്തത്തിൽ നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾ വീടും പള്ളിയും അകന്നു നിൽക്കുന്നുവോ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ പ്രതിഫലമുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്ന അഅ്ലമന്നാസി അജ്റൻ ഫിസ്സലാത്തി അബ്അദുഹും ഇലൈഹി മംശാ. നിങ്ങളിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ആൾക്കാർ ആരാന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഇന്ന അഅ്ലമന്നാസി അജ്റൻ ഫിസ്സലാ, നിസ്കാരത്തിലൂടെ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന ആളുകൾ അബ്അദുഹും ഇലൈഹാ മംശാ, വളരെ ദൂരെ നിന്ന് ജമാഅത്തിന് വേണ്ടി, നിസ്കാരത്തിന് വേണ്ടി നടന്നു വരുന്ന ആളുകളാണ്. ഫഅബ്അദുഹും, പിന്നെ അവനേക്കാൾ കൂടുതൽ നടക്കുന്നവനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വല്ലദീ യൻതദിറു സ്വലാത ഹത്താ യുസല്ലിയഹാ മഅൽ ഇമാമി ഫീ ജമാഅത്തിൻ അഅ്ലമു അജ്റൻ മിനല്ലദീ യുസല്ലിഹാ സുമ്മ യനാം. ഒരാൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഇമാമിന്റെ നിസ്കാരത്തെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അവൻ ആ കാത്തു നിൽക്കുന്ന സമയത്ത് പോലും നിസ്കാരത്തിലാണ്. അവന് നേരത്തെ തന്നെ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്നവനേക്കാൾ കൂടുതൽ
പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്ക് കേട്ട് വീട്ടിൽ നിന്ന് ഉടനെ തന്നെ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരില്ലേ, അല്ലാഹുവിന്റെ റസൂൽ അവരെ കുറിച്ചാണ് പറയുന്നത്, അവനേക്കാൾ ഉത്തമനായ ആളാണ് നടന്നു വന്ന് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ആ നിസ്കാരം സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞിട്ട് ഇമാമിന്റെ നിസ്കാരത്തെ ഇങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും അവൻ നിസ്കാരത്തിലാണ്. സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫർള് നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ഇടവേള പോലും നിസ്കാരത്തിന്റെ പ്രതിഫലമുള്ള സമയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാ ഹദീസിൽ കാണാം, ഇബ്നു മാജയും നസായിയും തുർമുദിയും അബൂദാവൂദും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മിഷ്കാത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ജമാഅത്ത് മാത്രമല്ല, വെള്ളിയാഴ്ചയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഗസ്സല യൗമൽ ജുമുഅത്തി വഗ്തസല വബക്കറ വബ്തകറ വമശാ വലം യർകബ് വദനാ മിനൽ ഇമാമി വസ്തമഅ വലം യൽഗു കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനാ. ഒരാൾ വെള്ളിയാഴ്ച വന്നപ്പോ നല്ലപോലെ കുളിച്ച് വൃത്തിയായി രാവിലെ തന്നെ പള്ളിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. എന്നിട്ട് പള്ളിക്ക് പോകുമ്പോൾ അവൻ നടന്നു എന്ന് പറഞ്ഞിട്ട് റസൂല നിർത്തിയില്ല. വലം യർകബ് എന്ന് പറഞ്ഞാൽ അവൻ വാഹനം കയറിയില്ല, നടന്നുപോയി. വദനാമിനൽ ഇമാമി, എന്നിട്ട് ഇമാമിനോട് അടുത്ത സഫിൽ തന്നെ നിൽക്കുകയും ചെയ്തു. വസ്തമാ, ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുന്നു. വലം യൽഗൂ, അവന് ഒരു നിരർത്ഥകമായ ഒരു പ്രവർത്തനവും അവനിൽ നിന്നും ഉണ്ടായില്ല. എങ്കിൽ റസൂൽ പറയുന്നു, കാന ലഹു ബികുല്ലി ഖുത്വത്തിൻ അമലു സനാ. ആ ഒരു വെള്ളിയാഴ്ചയുടെ നിസ്കാരം കൊണ്ട് ഒരു വർഷത്തെ പ്രതിഫലമുള്ള ഇബാദത്ത് അവന് രേഖപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എങ്ങനത്തെ വർഷം? റസൂലുള്ളാഹി തങ്ങൾ പറയും, അജ്റു സിയാമിഹാ വ ഖിയാമിഹാ, നോമ്പും നിസ്കാരവും കൊണ്ട് സമ്പന്നമായ ഒരു വർഷം നിങ്ങൾ സങ്കല്പിക്കൂ. അങ്ങനത്തെ ഒരു വർഷത്തെ കൂലി ഓരോ ചവിട്ടടിക്കും അല്ലാഹു തആല നൽകുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പ്രിയപ്പെട്ടവരെ, പ്രതിഫലം കൊടുക്കുന്നത് നമ്മുടെ വകയല്ല, ഈ ലോകം പടച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ ഔദാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വെള്ളിയാഴ്ച ദിവസമായപ്പോൾ അവൻ കുളിപ്പിക്കേണ്ടവരെയൊക്കെ കുളിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ജുമുഅക്ക് വേണ്ടി നല്ല ഡ്രസ്സ് അണിഞ്ഞു. രാവിലെ തന്നെ അവൻ നടന്നു പോകുന്നു, ഇമാമിനോട് അടുത്തു നിൽക്കുന്നു, ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കുന്നു. അന്ന് വേറെ ഒരു അനർത്ഥങ്ങളും ഉണ്ടായില്ല. ആ നിലക്ക് ജുമുഅ നിസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ജുമുഅക്ക് വേണ്ടി അവൻ നടന്നു വന്ന ഓരോ നടത്തത്തിനും നിസ്കാരവും നോമ്പും അനുഷ്ഠിച്ചിട്ട് ഒരു മനുഷ്യന്റെ ഒരു വർഷം അങ്ങ് കഴിച്ചു കൂട്ടിയാൽ അവൻ എത്ര കിട്ടും? ഇതുപോലെ ഒരൊറ്റ ജുമുഅക്ക് വേണ്ടിയുള്ള നടത്തത്തിന്റെ പ്രതിഫലമായി അല്ലാഹുവിന്റെ റസൂല് അവന് വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ നടക്കുമ്പോൾ തന്നെ മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നു, മോനെ, വഴി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കുള്ളതാണ്, അവിടെ നീ സ്വൈര്യമായി വിഹരിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ പ്രിയപ്പെട്ടവരെ വഴി തടസ്സമുണ്ടാക്കാൻ പാടില്ല. അയൽവാസിക്ക് ചിലപ്പോ വണ്ടി കൊണ്ടുപോകാൻ അവിടെ വഴിക്ക് വിശാലതയുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, എങ്കിൽ അവരോട് നമ്മൾ സഹകരിക്കണം. വിശുദ്ധമായ ഇസ്ലാം പറയുകയാണ്, അവരുടെ മയ്യത്ത് കൊണ്ടുവരാൻ, അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫംഗ്ഷനുകൾ ബാക്കിയുള്ളവർക്ക് അവരുടെ വീടുകളിലേക്ക് എത്തിപ്പെടാൻ, വൃദ്ധകളായ ആളുകൾ ഉണ്ടാകുമ്പോൾ, പ്രായമുള്ളവരും രോഗികളുമായ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി അത് ചെയ്തു കൊടുക്കുക എന്നത് അയൽവാസിയുടെ കടമയും കടപ്പാടുമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. മാർഗഭ്രംശം സൃഷ്ടിക്കരുത്, വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത്, റോഡുകൾ ബ്ലോക്കാക്കരുത്, റോഡുകൾ ബ്ലോക്കാക്കിയുള്ള പ്രകടനങ്ങൾ നടത്തരുത്.
പ്രിയപ്പെട്ടവരെ, വഴിയിലൂടെ ഏതെല്ലാം തരത്തിലുള്ള ആളുകൾ പോകും. സ്വന്തം ഉമ്മ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ ഉമ്മ എന്റെ മകനെ കാണണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന യാത്രക്കാരൻ ഒരു പക്ഷേ ഈ പോകുന്ന വാഹനത്തിലുണ്ടാകും. ഗർഭിണിയായ ഭാര്യ വീട്ടിൽ അതാ പ്രസവത്തിന്റെ വേദന അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭർത്താവ് വീട്ടിലെത്തിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോകാനെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് ഭാര്യയെ തേടി പോകുന്ന യാത്രക്കാരുണ്ടാകും. പല തരത്തിലുള്ള ആളുകളുണ്ടാകും. അതുകൊണ്ട് വഴിയിൽ പ്രിയപ്പെട്ടവരെ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നടക്കുന്ന ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമിലിൻ അലൈഹാ ഖൈറൻ ഔ ശർറൻ ഇല്ലാ വഹിയ മുഖ്ബിറാ. റസൂലുള്ളാഹി തങ്ങൾ പറയാം, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞ ആരെങ്കിലും ലോകത്തുണ്ടാവുമോ? തഹഫ്ഫളൂ മിനൽ അർദ്, ഭൂമിയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. ഒരു മാതാവിന്റെ ധർമ്മമാണ് ഈ ഭൂമി നിർവഹിക്കുന്നത്. സംശയമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മനുഷ്യരെ നിർമ്മിക്കാൻ വേറെ ഫാക്ടറികളില്ല, കമ്പനികളില്ല. അത് നമ്മുടെ ഭാര്യമാരാണ് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഭർത്താക്കന്മാരുടെ സഹായമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേർന്നുകൊണ്ടാണ് ഇവിടെ കുട്ടികളുണ്ടാകുന്നത്. എന്നാൽ ഇതുപോലെ ഈ ഭൂമി നമുക്ക് എന്തെല്ലാം സംഭാവനകൾ നൽകുന്നുണ്ട്. ആകാശമണ്ഡലത്തിൽ നിന്ന് ഒരു പുരുഷൻ ശ്രവിക്കും പോലെ വെള്ളമിത ഇങ്ങനെ താഴോട്ട് വീഴുന്നു. അന്നാ സബബ്നൽ മാഅ സബ്ബാ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. അല്ലാഹു തആല പറയുകയാണ്, ആകാശമണ്ഡലത്തിൽ നിന്ന് വെള്ളങ്ങൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂമി അതിങ്ങനെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നാൾ ഗർഭം ചുമക്കുന്നു, ഭൂമി ഇതാ പ്രസവിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്ന ആപ്പിൾ ഉണ്ടായത്, മുന്തിരി ഉണ്ടായത്, ധാന്യങ്ങൾ ഉണ്ടായത്, നെല്ലുണ്ടായത്, പച്ചക്കറികൾ ഉണ്ടായത്, ഇവിടുത്തെ കന്നുകാലികൾ കഴിക്കുന്ന പുൽപുഷ്പങ്ങൾ ഉണ്ടായത്. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഹഫ്ഫളൂ മിനൽ അർളി, നിങ്ങൾ ഭൂമിയെ സൂക്ഷിക്കണം. ഫഇന്നഹാ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ മാതാവാണ്. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമിലിൻ അലൈഹാ ഖൈറൻ ഔ ശർറാ, ഭൂമിയിൽ നല്ലതോ ചീത്തയോ ആയ എന്തൊരു കാര്യം ചെയ്താലും ഇല്ലാ വഹിയ മുഖ്ബിറാ, പാരത്രിക ലോകത്ത് ഈ ഭൂമി അത് വിളിച്ചു പറയുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയെ സൂക്ഷിക്കാൻ പറയുന്നു. ഈ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നത്, വഖ്സിദ് ഫീ മശീക, മോനെ നടക്കുമ്പോൾ വളരെ ഒതുക്കത്തോടെ നടക്കണം. വഗ്ദുദ് മിൻ സൗതിക, അതുപോലെ നീ ശബ്ദിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. 3 സ്ഥലങ്ങളിൽ ശബ്ദമുയർത്താൻ പാടില്ല. ഒന്ന്, അസ്സൗതു ഇൻദ ഖബ്രിഹി, കരിഹൽ ഉലമാഉ റഫ്അ അസ്സൗതി ഇൻദ ഖബ്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് ശബ്ദം ഉയർത്താൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദം ഉയർത്തിയാൽ നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകുമെന്ന ആയത്ത് നമ്മൾ 2 ദിവസം മുമ്പ് ഓതി. അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്ത് കാലത്തും ബാധകമാണ്. അതുകൊണ്ട് റൗളയിൽ വെച്ച് ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കരുത്. വബിഹദറത്തിൽ ആലിമി, പണ്ഡിതന്റെ സാന്നിധ്യത്തിലും ഉച്ചത്തിൽ സംസാരിക്കരുത്. വഫിൽ മസാജിദി, പള്ളിയിൽ വെച്ചും ഉച്ചത്തിൽ സംസാരിക്കരുത്. ശബ്ദത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണം. മഹാന്മാരായ ഫുഖഹാ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് ഇഖാമത്താണ് സുന്നത്ത്. നിസ്കരിക്കുന്ന സമയമാകുമ്പോൾ സ്ത്രീകൾ ഇഖാമത്ത് കൊടുക്കണം. അവര് പുരുഷന്മാരെ പോലെ ബാങ്ക് കൊടുക്കേണ്ടതില്ല.
കൊടുക്കേണ്ടതില്ല എന്നല്ല, ഉച്ചത്തിൽ സ്ത്രീകൾ ബാങ്ക് കൊടുക്കൽ ഹറാമാണ്. ഉച്ചത്തിൽ പുരുഷന്മാരെ പോലെ സ്ത്രീകൾ ബാങ്ക് കൊടുക്കൽ ഹറാമാണ്. അതാ മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നു, ഹറുമ അലൈഹാ റഫ്ഉ സൗതിഹാ ബിഹി, ബാങ്ക് വിളിച്ചിട്ട് സ്ത്രീയെ ശബ്ദം ഉയർത്തൽ ഹറാമാണ്. വഇൻ കാന തമ്മാ നബിയ്യുൻ യസ്മഉ, അന്യരായ ആളുകൾ അവരുടെ ശബ്ദം കേൾക്കുന്ന വിധത്തിലാകുമ്പോഴാണ് ഈ ഹറാം എന്ന് പറഞ്ഞത്. എന്നാൽ വഇന്നമാ ലം യഹ്റും ഗിനാഉഹാ വസമാഉഹു ലിൽഅജ്നബി ഹൈസു ലാ ഫിത്ന, ബാങ്ക് കൊടുക്കൽ ഹറാമാണ് എന്ന് പറയുന്ന ഇസ്ലാം പെണ്ണിന് പാട്ട് പാടൽ ഹറാമാണ് എന്ന് പറയുന്നില്ല. ആ പാട്ട് പാടുന്നത് അന്യ ആളുകൾ കേൾക്കലും ഹറാമാണെന്ന് പറയുന്നില്ല. പിന്നെയോ ആ പാട്ട് കേട്ടിട്ട് വൈകാരികമായ ഉത്തേജനം ഉണ്ടാകുമെങ്കിൽ ആ പെണ്ണിന്റെ പാട്ട് കേൾക്കാൻ പാടില്ല. അതേത് കാര്യമായാലും അങ്ങനെ തന്നെയാണല്ലോ. വികാരത്തെ ഇക്കിളിപ്പെടുത്തുന്ന ഒരു കാര്യവും പ്രിയപ്പെട്ടവരെ സ്വന്തം ഭാര്യയിലല്ലാതെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഫിത്നയെ പേടിയില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഒരു പെണ്ണിന് പാട്ട് പാടാം, അത് അന്യർക്ക് കേൾക്കാം എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾ പരസ്യമായി അല്ലെങ്കിൽ ഉച്ചത്തിൽ അന്യർ കേൾക്കുന്ന വിധത്തിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നു. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ 2 സൈസ് കോഴിയുണ്ട്. ഒന്ന് പിടക്കോഴിയുണ്ട്, പൂവൻ കോഴിയുണ്ട്. പിടക്കോഴി മുട്ടയിടാൻ സമയമാകുമ്പോൾ അത് ഒരു പ്രത്യേക ദിക്റ് ചൊല്ലാറുണ്ട്. അതാണ് കേ 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 എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട്, അത് അതിന്റെ ദിക്റാണ്. പക്ഷേ പൂവൻ കോഴി ചൊല്ലുന്ന ദിക്റോ അത് ഭയങ്കര ഉച്ചത്തിലാണ്. അത് പരിസരത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്നു. സുബഹിക്ക് ആ കോഴിയുടെ കൂവൽ കേട്ടിട്ടാണ് പല ആളുകളും തഹജ്ജുദിന് എണീക്കാറുള്ളത്. അത് ആ പൂവൻ കോഴി നിർവഹിക്കുന്ന ദിക്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ പ്രകൃതിയിൽ തന്നെ അല്ലാഹു തആല സംവിധാനിച്ചത് അങ്ങനെയാണ്. പിടക്കോഴിയുടെ ദിക്ർ വളരെ പതുക്കെ, പൂവൻ കോഴിയുടെ ദിക്ർ വളരെ ഉറക്കെ. ഇതുപോലെ പുരുഷന്മാര് ബാങ്ക് ഉച്ചത്തിൽ കൊടുക്കുന്നു, എല്ലാ ആളുകളും കേൾക്കുന്ന വിധത്തിൽ. മുഅദ്ദിനിന്റെ ശബ്ദം പോരാഞ്ഞിട്ട് പിന്നെ മൈക്രോ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുക്കുന്നത്. കാരണം എല്ലാ ആളുകളെയും ആ ബാങ്ക് കേൾപ്പിക്കൽ സുന്നത്താണല്ലോ. അത് നിസ്കാരത്തിന്റെ ഒരു അടയാളമാണ്. മദീനയിൽ പള്ളി ഉണ്ടാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ നിസ്കാരത്തിലേക്ക് വിളിക്കാൻ എന്താണ് മാർഗം മുശാവറ ചെയ്തു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ല നമുക്കൊരു കാര്യം ചെയ്യാം, നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഒരു കൊടി അങ്ങ് നാട്ടാ പള്ളിയുടെ മുകളിൽ. വേറെ ഒരാൾ പറഞ്ഞു നമുക്ക് ചെണ്ട അടിക്കാം. വേറെ ഒരാൾ പറഞ്ഞു നമുക്ക് പീപ്പി വിളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊടി നാട്ടിയാൽ ഉറങ്ങുന്നവനത് കാണുമോ? കൊടി നാട്ടിയാൽ ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾക്ക് നിസ്കാരത്തിന്റെ സമയമായി എന്നറിയുമോ? അതെ, നിങ്ങൾ പറഞ്ഞ ചെണ്ട വിളിയില്ലേ, ചെണ്ട കൊട്ടില്ലേ, ഇത് നസാറാക്കളുടെ ചര്യയാണ്, അത് നമുക്ക് പറ്റില്ല. ചെണ്ട മുട്ടൽ ഹറാമാണ് സഹോദരന്മാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് നമുക്ക് പറ്റിയ പണിയല്ല. പിന്നെ പറഞ്ഞു, ഇങ്ങനെ കൂട്ടി അതാ പീപ്പി വിളിക്കുന്നത് ഇത് മജൂസികളുടെ പണിയാണ്, അത് നമുക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പിന്നെ ഒരാൾ പറഞ്ഞു നമുക്ക് പന്തം കത്തിച്ചാൽ മതി. അതിനും നബി തങ്ങൾ പറഞ്ഞു അത് ശ്രദ്ധിക്കാതെ പോകുന്ന ആളുകൾക്കും വീട്ടിലിരിക്കുന്ന ആളുകൾക്കും ഉറങ്ങുന്നവർക്കും പരിഹാരമാവുകയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പിന്നെ എന്ത് വേണം? ഒരാൾ ചോദിച്ചു, ബാങ്ക് കൊടുക്കുന്നതിന് ബാങ്ക് അന്ന് നിയമമാക്കിയിട്ടില്ല. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഒരാൾ വീട്ടിലൂടെ അങ്ങനെ കയറി ചെന്നിട്ട് അതാ നിസ്കാരമായി എന്ന് പറഞ്ഞങ്ങ് വിളിച്ചു പോയാൽ പോരെ? അപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബികൾ 12ഓളം സഹാബികൾ രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കാണുന്നു. ഒരാൾ വിളിച്ചിട്ട് പള്ളിയിൽ നിന്ന് പറയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ വിളിക്കുന്ന ശബ്ദം അവർ സ്വപ്നത്തിൽ കാണുന്നു. സുബഹി സമയമായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഇതായി ശബ്ദം മുഴക്കുന്നു. ഈ സ്വപ്നം കണ്ടവരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു.
ഇത് കേട്ട ഉടനെ തൻ്റെ തട്ടം വലിച്ചിട്ട് പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഇന്ന് ഇവിടെ നടക്കുന്നത് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, സബഖക ബിഹിൽ വഹ്യു, നിങ്ങളിത് കാണുന്നതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് വഹ്യ് ലഭിച്ചിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെയാണ് ശരീഅത്തിൽ ബാങ്കുണ്ടായത്. ഈ ബാങ്ക് പുരുഷന്മാര് ഉച്ചത്തിൽ വിളിക്കണം, എല്ലാവരും കേൾക്കണം. ആ ബാങ്ക് പള്ളിയിലെ ജമാഅത്തിനുള്ള ബാങ്കാണ്. പള്ളിയിൽ ബാങ്ക് കൊടുക്കും, എല്ലാവരും ഇത് കേൾക്കുമെങ്കിലും ആ ബാങ്ക് അവകാശപ്പെട്ടത് ഇവിടുത്തെ ജമാഅത്തിനാണ്. നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ വേറെ ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അത് ഇവിടുത്തെ ഔദ്യോഗിക ജമാഅത്തിന് വിളിച്ച ബാങ്കാണ്. ആ ബാങ്ക് ഇവിടെ നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രം ബാധകമാണ്. അല്ലാത്ത ആളുകൾ എത്ര പള്ളിയുടെ അടുത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ, അവരുടെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും വേറെ കൊടുക്കണം. ഏതായിരുന്നാലും ഇത് പുരുഷന്മാർക്കുള്ള സുന്നത്താണ്. സ്ത്രീകൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല. കാരണം എന്താണ്? മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബാങ്ക് വിളിക്കാൻ ഉച്ചത്തിൽ പാടില്ലെന്നും പറയുന്നു, പാട്ട് പാടാമെന്നും പറയുന്നു. എന്താണ് കാര്യം? لأن تمكينها منه ليس فيه حمل الناس على مؤذن لفتنة بخلاف تمكينها من الأذان. ഒരു പെണ്ണ് പാട്ട് പാടുമ്പോൾ അത് കേൾക്കണമെന്ന് ഇസ്ലാമിലെ നിയമമില്ലല്ലോ. പക്ഷേ ഒരാൾ ബാങ്ക് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്നും കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുന്ന ആളെ നോക്കൽ സുന്നത്താണെന്നും ഇസ്ലാം പറയുന്നു. കണ്ടോ? മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ മുഅദ്ദിനെ നോക്കൽ സുന്നത്താണ്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം പറയുന്നു, നോക്കൽ കൊണ്ട് സുന്നത്ത് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട്. മകനെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ മുഖത്തേക്ക് നോക്കുന്നത് നോട്ടം തന്നെ ഇബാദത്താണ്. കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നത് കണ്ണിന്റെ ഇബാദത്താണ്. ഓത്തറിയില്ല എങ്കിലും ഖുർആൻ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ആ ഖുർആനിലേക്ക് നോക്കുന്നത് അത് കണ്ണിന്റെ ഇബാദത്താണ്. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിനെ നോക്കൽ സുന്നത്താണെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നു. لأنه يسن الإصغاء للمؤذن والنظر إليه. ഇങ്ങനെ ഒരു പെണ്ണ് ബാങ്ക് കൊടുക്കുമ്പോൾ നോക്കാൻ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് ഫിത്നയാവൂലേ? അതുകൊണ്ടാണ് സ്ത്രീകൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കൽ പാടില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു, ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായ ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. ഏതൊരു ജീവിയും ശബ്ദം ഉണ്ടാക്കുന്ന സമയത്ത് അത് പതുക്കെ ഇങ്ങനെ വന്ന് പിന്നെ അത് ഉച്ചത്തിലാവുകയാണ് ചെയ്യുക. എന്നാൽ കഴുത അങ്ങനെയല്ല. കഴുത ഒരു മനുഷ്യൻ മുമ്പിലുണ്ടാവും, പെട്ടെന്ന് അങ്ങ് അരളി വിളിച്ചു പോകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പേടിച്ചു പോകും. തീരെ കേൾക്കാൻ ഒരു സുഖവുമില്ലാത്ത, ആനന്ദമില്ലാത്തതാണ് കഴുതയുടെ ശബ്ദമെന്ന് പറയുന്നത്. കഴുതയായാലും കോഴിയായാലും മറ്റു പക്ഷികളായാലും എല്ലാം അല്ലാഹുവിന് ചൊല്ലുന്ന തസ്ബീഹുകളാണ്. ലോകത്തുള്ളതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു. ആകാശവും ഭൂമിയും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. വമൻ ഫീഹിന്ന, ആകാശത്തിലുള്ള മലക്കുകളും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും. എന്നിട്ട് ഖുർആൻ പറയുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ആകാശവും ഭൂമി അതിലുള്ളവരെന്ന് പറഞ്ഞാൽ പോരാ, എന്തൊക്കെ ലോകത്തുണ്ടോ, ജീവനുള്ളതും ജീവനില്ലാത്തതും കാണുന്നതും കാണാത്തതും എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്.
വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ നിങ്ങൾ അവരുടെ തസ്ബീഹ് മനസ്സിലാക്കുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ, അല്ലാഹു വളരെ സഹനശക്തിയുള്ളവനും പാപങ്ങൾ പൊറുക്കുന്നവനുമാകുന്നു എന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല പറയുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാം ഇങ്ങനെ തസ്ബീഹ് ചൊല്ലുമ്പോൾ തൻ്റെ കൂടെ തസ്ബീഹ് മാല തസ്ബീഹ് ചൊല്ലുന്ന വിവരം പ്രിയപ്പെട്ടവരെ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരക്കല്ല് ഉഹദ് മലയുടെ മുകളിൽ നിന്ന് 3 ചരക്കല്ലുകൾ തൻ്റെ കയ്യിലെടുത്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ഈ ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, റസൂലുള്ളാഹി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അതാ പെട്ടെന്ന് സ്തബ്ധനായി, എന്നിട്ട് ഇവിടെ 2 കബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഈ തപ്പന മെഡൽ കൊണ്ട് വന്നിട്ട് 2 കഷ്ണമാക്കി അവിടെ കൊത്തിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മെഡലുകൾ ചെല്ലുന്ന തസ്ബീഹില്ലേ, ഇതിന്റെ കാരണം കൊണ്ട് കബറാളികൾക്ക് ശിക്ഷയിൽ ലഘൂകരണം ലഭിക്കട്ടെ. ലോകത്തുള്ള എല്ലാം തസ്ബീഹ് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്നത് ഒരു ഈത്തപ്പനത്തടിയിലായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വക ഞാൻ നല്ല ഒരു മിമ്പർ പണിഞ്ഞു തരാം, എൻ്റെ വക ഞാൻ നല്ലൊരു മിമ്പർ പണിഞ്ഞു തരാം. അങ്ങനെ പഴയ മിമ്പർ മാറ്റി അത് ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് പുതിയ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയപ്പോൾ ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ആ മിമ്പർ കരഞ്ഞു. എവിടുന്നാണ് ഈ കരച്ചില് എന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു. നോക്കുമ്പോൾ അതുവരെ ഖുത്ബ ഓതിക്കൊണ്ടിരുന്ന മിമ്പർ റസൂലുള്ളാഹിന്റെ സ്പർശം ഇന്ന് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ തേങ്ങി തേങ്ങി കരയുകയാണ്. അവസാനം നബിതങ്ങൾ ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നു അതിനെ സമാധാനിപ്പിച്ച് കിടത്തിയതിന് ശേഷം മാത്രമാണ് പ്രിയപ്പെട്ടവരെ പുതിയ മിമ്പറിൽ ഖുത്ബ ഓതി തുടർന്നത് എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പ്രകൃതിയിൽ അവരുടെ ഈ നൃത്തം തന്നെ അവർക്കുള്ള തസ്ബീഹാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിനെ തഹ്മീദ് ചൊല്ലുന്നതോടൊപ്പം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നിങ്ങൾക്ക് അവരുടെ തസ്ബീഹുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹന വത്വയ്റ വകുന്നാ ഫാഇലീൻ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് പർവ്വതം നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തു. ആ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. ലോകത്തുള്ളതെല്ലാം തസ്ബീഹ് ചൊല്ലുന്നു. പൂവൻ കോഴിയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ സമിഅതും സിയാഹദ്ദീകതി ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, പൂവൻ കോഴി കൂവുന്നത് കേൾക്കുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അല്ലാഹുവിന്റെ ഔദാര്യം തേടണം. എന്താ? ഫഇന്നഹാ റഅത് മലക്കൻ, കാരണം ആ പൂവൻ കോഴി ഒരു മലക്കിനെ കണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈദാ സമയത്തും നഹീകൽ ഹിമാരി, എന്നാൽ കഴുതയുടെ അട്ടഹാസമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്വാൻ, നിങ്ങൾ ശൈത്വാനിനെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടണം. ഫഇന്നഹാ റഅത് ശൈത്വാനാ, അത് ശൈത്വാനിനെ കണ്ടതിന്റെ പേരിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കാരണവന്മാര് പറയാറുണ്ടല്ലോ, തവളയെ കൊല്ലരുത്, അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന ജീവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണത്. അല്ലാഹുവിന്റെ റസൂല് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലാ തഖ്തുലുൽ ളഫാദിഅ, നിങ്ങൾ തവളകളെ കൊല്ലാൻ പാടില്ല. ഫഇന്ന നഖീഖഹാ തസ്ബീഹ്, അതിന്റെ ആ ശബ്ദമുണ്ടല്ലോ അത് അല്ലാഹുവിന് ചൊല്ലുന്ന തസ്ബീഹാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ
നാളെ നമുക്ക് പറയണം. ഇന്നെങ്കിലും പൂർത്തിയാക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. ബാക്കിയുള്ള ഭാഗവും കൂടി നമുക്ക് നാളെ പറഞ്ഞു നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.